മലയാള സിനിമയിലെ എവർഗ്രീൻ ഹീറോകളാണ് ദിലീപും കുഞ്ചാക്കോ ബോബനും. ഏകദേശം ഒരേ സമയം മലയാള സിനിമയിൽ തിളങ്ങി നിന്ന താരങ്ങൾ ഒരുമിച്ചുള്ള സിനിമകളും ആരാധകർ ഏറെയാണ്. ജനപ്രിയൻ എന്ന ലെവൽ ദിലീപും ചോക്ലേറ്റ് ഹീറോ ഇമേജിൽ കുഞ്ചാക്കോ ബോബനും തിളങ്ങി നിന്ന അക്കാലത്ത് ഇരുവരെയും സിനിമകൾ ആവേശത്തോടെ ആരാധകർ സ്വീകരിച്ചിട്ടുമുണ്ട്. മിനിമം ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന നടന്മാരുടെ ലിസ്റ്റിലുള്ള താരം ഒരാൾ കൂടിയാണ് ദിലീപ്. എന്നാൽ വിവാദത്തിലും കേസിലും ഉൾപ്പെട്ടതിന് ശേഷം വിരളമായി മാത്രമേ ദിലീപ് സിനിമ തിയേറ്ററിൽ എത്തുന്നുള്ളൂ. നായകനായുള്ള ആദ്യത്തെ സിനിമ തന്നെ ഇൻഡസ്ട്രി ഹിറ്റാക്കിയ മലയാളത്തിലെ അപൂർവം താരങ്ങളിൽ ഒരാളാണ് കുഞ്ചാക്കോ ബോബൻ. ഇപ്പോഴും മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന താരം കൂടിയാണ്. കുഞ്ചാക്കോ ബോബൻ വന്നതോടെ ദിലീപിന്റെ തിളക്കം അല്പം മങ്ങിയിരുന്നു. കുഞ്ചാക്കോ ബോബന്റെ അതേ ഏജ് ഗ്രൂപ്പുള്ള കഥാപാത്രങ്ങൾ ചെയ്തിരുന്നത് ദിലീപ എന്നായിരുന്നു അതിനുള്ള കാരണം. മാത്രമല്ല, ദിലീപും മഞ്ജുവുമായി വേർപിരിഞ്ഞതിന് ശേഷം കുഞ്ചാക്കോ ബോബന്റെ സിനിമയിലൂടെയായിരുന്നു മഞ്ജു വാര്യരുടെ തിരിച്ചുവരവും. എന്നാൽ സിനിമയിൽ നിന്നും പിന്മാറണം എന്ന തരത്തിൽ ദിലീപ് തന്നോട് വിളിച്ച് സംസാരിച്ചിരുന്നതായി കുഞ്ചാക്കോ ബോബൻ വെളിപ്പെടുത്തിയിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ സാക്ഷിയായി മൊഴി കൊടുത്തപ്പോഴാണ് കുഞ്ചാക്കോ ബോബൻ ഇക്കാര്യം പറഞ്ഞത്. പല താരങ്ങളും കോടതിയിൽ മൊഴിമാറ്റി എന്ന വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ കുഞ്ചാക്കോ ബോബൻ മൊഴിയിൽ ഉറച്ചുനിന്നൊക്കെ അന്ന് വലിയ വാർത്തയായിരുന്നു. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം കുഞ്ചാക്കോ ബോബനും ദിലീപും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. കുഞ്ചാക്കോ ബോബനും കുടുംബവുമായി മഞ്ജു വാര്യരും വലിയ ആത്മബന്ധം പുലർത്തിയിരുന്നത് ഇത്തരം അഭ്യൂഹങ്ങൾക്ക് ആക്കം പകർന്നു. എന്നാൽ ഇപ്പോഴിതല്ല, എല്ലാ അഭ്യൂഹങ്ങളും എല്ലാം തള്ളിക്കൊണ്ട് ഇരുവരും ഒന്നിച്ചിരിക്കുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ദിലീപ് ഓൺലൈൻ എന്ന ഫേസ്ബുക്ക് പേജിലാണ് ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. രണ്ടുപേരും ചേർന്നിങ്ങനെ ചിരിയോടെ നിൽക്കുന്ന ചിത്രത്തിന് താഴെ നിരവധി പേരാണ് കമന്റുകൾ കുറിച്ചിരിക്കുന്നത്. ഇവർ മിണ്ടിത്തുടങ്ങിയോ എന്നാണ് പലരും ചോദിക്കുന്നത്. വിശ്വസിക്കാൻ കൊള്ളില്ല, എപ്പോൾ വേണമെങ്കിലും പിന്നിൽ നിന്ന് കുത്താം എന്നും പറയുന്നുണ്ട്. ദിലീപിനെ ഏറ്റവും നന്നായി ചതിച്ച ദോസ്ത്, പിണക്കങ്ങളെല്ലാം മാറിയില്ലേ എന്ന് തുടങ്ങി നിരവധി കമന്റാണ്. മഞ്ജുവുമായുള്ള ബന്ധം ദിലീപുമായിട്ടുള്ള സൗഹൃദത്തിന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ലെന്നാണ് ഇരുവരുടെയും പുതിയ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നതെന്ന് ആരാധകർ ചിലർ കുറിക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് സിനിമയിൽ കാണാൻ താല്പര്യമുണ്ടെന്ന കമന്റുകളും നിരവധി പേർ പങ്കിടുന്നുണ്ട്. അതിനായുള്ള തയ്യാറെടുപ്പാണ് ഇന്നും ചിലർ തിരക്കുന്നുണ്ട്. ദോസ്ത് എന്ന സിനിമയിലൂടെ ഇരുവരും ആദ്യം ഒന്നിച്ചത്. പല ശ്രമങ്ങളും പാളിയതിനു ശേഷം ദോസ്തിലൂടെ സംവിധായകൻ തുളസിദാസാണ് ഇരുവരെയും ഒന്നിപ്പിച്ചത്. ദോസ്തിൽ ദിലീപിനെയും കുഞ്ചാക്കോ ബോബനെ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴും ചില തടസ്സങ്ങളുണ്ടായിട്ടുണ്ടെന്ന് തുളസിദാസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ദിലീപുമായി സഹകരിക്കാൻ കഴിയാത്തത് കാരണം ദോസ്തിന് മുമ്പ് രണ്ട് സിനിമ കുഞ്ചാക്കോ ബോബൻ ഒഴിവാക്കിയതിനെക്കുറിച്ചും തുളസിദാസ് പറഞ്ഞിരുന്നു.